പണ്ടത്തെ പോലെയല്ല, ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ വളരെയേറെ ബഹുമാനവും അവരർഹിക്കുന്ന പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. ഒരു പരിധിവരെയും പലരെയും പരിഹസിക്കാറും കളിയാക്കാറും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല മേൽ ഉദ്യോഗസ്ഥരുമൊക്കെ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു മേഖലയിലല്ല, പല മേഖലകളിലും ട്രാൻസ് വ്യക്തിത്വങ്ങൾ അവരുടെ കയ്യിൽ ഇടയാളം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിൽ നിന്ന് മാറി ട്രാൻസ് വ്യക്തിത്വം എന്നാൽ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അവരെ കൂടുതൽ ബഹുമാനിക്കാനും അവരങ്ങനെ ഊട്ടിപ്പായിക്കേണ്ടവരല്ല എന്നൊരു വ്യക്തതയിലേക്ക് നമ്മൾ വരാനുമൊക്കെ തുടങ്ങി. അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ആളുകളാണ്. അതായത് നമ്മുടെ രഞ്ജു, രഞ്ജിമാർ, സീമ, വിനീത്, നാദിറ തുടങ്ങിയ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നാദിറ മെഹ്റിൻ എന്ന പെൺകുട്ടിയുടേത്. ഒരു ട്രാൻസ് വ്യക്തിത്വമാണെങ്കിൽ കൂടി തൻ്റെ നിലപാടുകൾ ഒരിക്കലും പതറാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നാദിറ. ബിഗ് ബോസിലൂടെയാണ് നാദിറയെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയത്. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായി മാറിയ ആളാണ് നാദിറ മെഹ്റിൻ. ഷോയിൽ മികച്ചൊരു മത്സരാർത്ഥിയായിട്ടായിരുന്നു പുറത്തേക്ക് നാദിറ എത്തിയത്. നാദിറ മണി ബോക്സ് ആണ് അന്ന് തിരഞ്ഞെടുത്തത്. ഇതിന് പിന്നാലെ വാർത്താ അവതാരകയായും നിറഞ്ഞു നിൽക്കുകയാണ് നാദിറ. തന്റെ മാതാപിതാക്കളെക്കുറിച്ച് നാദിറ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധ നേടുകയാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നെ ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും താനും സ്വപ്നം കണ്ടിരുന്നു എന്നാണ് നാദിർ പറയുന്നത്. ഞാൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനാണ് ഞാൻ. നാളെ ഞാൻ കിടപ്പിലായാൽ പോലും അവർക്ക് ഞാൻ മകനാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ സമൂഹം അവരോട് നവാസേ, നിന്റെ മകൻ എന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജോലിക്ക് പോകണം. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായിൽ ജോലിക്ക് പോകുന്ന ആണുങ്ങളാണുള്ളത്. അങ്ങനത്തെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന പുരുഷനായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാനൊരു പെണ്ണായി മാറുമെന്ന് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തോന്നിയിട്ടേയില്ല. പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അതാകുന്നതിന് 1-2 വർഷം മുൻപാണ്. അതായത് 16 വയസ്സ് വരെ എനിക്ക് വലിയ സ്വപ്നം എന്നത് വിവാഹവും ജോലിയും സാമ്പത്തികവും ഒക്കെ ആയിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അത് എനിക്കിഷ്ടവുമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടുകാർ സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അതിലെനിക്ക് ഭയങ്കര സങ്കടവുമുണ്ട്. അവർക്ക് എന്നെ ഒരു ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി പഠിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അവർ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കൊടുക്കാൻ ഭാഗ്യമില്ലാതായി പോയെന്ന വിഷമം ഇപ്പോഴുമുണ്ട്. മിനിമം ഒരു വീട്ടുകാർ ചിന്തിക്കുന്നതൊക്കെ മക്കൾക്ക് സാധിക്കാനായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊട്ടും പറ്റിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ശേഷം വരുന്നൊരു തലമുറയില്ലേ, അതിന് എനിക്ക് സാധിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്ന ആളാകാൻ സാധിച്ചില്ല. അവർക്ക് നല്ലൊരു മകനാകാൻ പറ്റിയില്ല എന്നതാണ്. ഇതെല്ലാം വളരെ വേദനയോടെ എന്നാൽ പക്വതയോടെയാണ് നാദിറ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ തനിക്കുണ്ടായ മാറ്റങ്ങൾ, ശാരീരികമായും മാനസികവുമായിട്ടുണ്ടായ മാറ്റങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തിരിച്ചറിയുകയും അവർ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നാദിറ തുറന്നു പറയുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനിയത്തിയുടെ വസ്ത്രങ്ങൾ ഇട്ട് നോക്കുകയും കൺമഷി എഴുതുകയും പൊട്ട് തൊട്ട് നോക്കുകയും പെണ്ണായി മാറാൻ ആഗ്രഹിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ആണായി തിരിച്ചു വീട്ടിലേക്ക് ചെല്ലട്ടെ, അങ്ങനെ വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ കയറ്റുമോ എന്ന് നാദിറ ചോദിച്ചിരുന്നു എന്നും നാദിറ തുറന്നു പറയുന്നു. ഒരു വലിയ കടൽ തന്നെയാണ് നാദിറ താണ്ടി വന്നിരിക്കുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകും. കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ. ഇങ്ങനെപ്പോ അതിന്റെ പിറകിലെ ഓട്ടത്തിലായിരിക്കും. പക്ഷെ നമ്മള് എന്തോ ആൺമക്കൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെൺമക്കള് പിന്നെയും തുറന്നു പറയും. "ഇല്ല അമ്മ കിട്ടിയിട്ടില്ല ശ്രമിക്കാന്ന്" പറയും. പക്ഷെ നമ്മൾ ആൺകുട്ടികളൊന്നും ഒരിക്കലും ഞാൻ ആ കാര്യത്തിൽ ആൺകുട്ടിയാട്ടോ. കിട്ടീന്ന് പറയും. അവരെ സമാധാനിപ്പിക്കും. ഇപ്പൊ രാവിലെ വിളിച്ച ഫസ്റ്റ് കോള് ചോദിക്കും കഴിച്ചോന്ന്. ഞാൻ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയും കഴിച്ചു. അപ്പൊ ഉമ്മ ചോദിക്കും എന്താ കഴിച്ചേ? ഞാൻ പറയും ഞാൻ ചോറ് കഴിച്ചു. അങ്ങനെ നമ്മളെന്താ കള്ളം പറയും? നമ്മൾ എന്തുകൊണ്ടാ കള്ളം പറയണേ? അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളതല്ലേ. പ്രത്യേകിച്ച് അമ്മമാരോട്. അമ്മമാരിപ്പോ എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാലും ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരത് പറഞ്ഞ് വിഷമിപ്പിക്കാൻ നമ്മള് ശ്രമിക്കാറില്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു ആൺകുട്ടിയുടെ ക്വാളിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പെൺകുട്ടിയുടെ കാര്യത്തിൽ അവർ തുറന്നു പറയും. "ഇല്ല അമ്മ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാണ്" എന്നൊക്കെ അവർ ആ ബുദ്ധിമുട്ടൊക്കെ പറയും കൃത്യമായിട്ട്. പക്ഷെ നമ്മള് പറയില്ല. മനസ്സിലൊതുക്കും ഒതുക്കും. എല്ലാം. അതത്രേ ഉള്ളൂ. ഇപ്പോഴും സ്റ്റിൽ ഞാനങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടേക്ക് ആദ്യം പറയാന്ന് നമ്മളെപ്പോഴും പലരും ഈ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളുണ്ടെന്ന്. കാരണം നമ്മള് ആരടുത്താ അങ്ങനെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നത്? ഉം. നമ്മളെ വീട്ടുകാരോട് നമ്മളെല്ലാം തുറന്നു പറയാൻ സാധ്യതയില്ല. നമ്മളെ
പാർട്ട്ണറോട് നമ്മൾ തുറന്നു പറയാൻ സാധ്യതയില്ല. ഫ്രണ്ട്സിനോടോ? ഇല്ല. തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട്. ഉം. അപ്പൊ ഇങ്ങനെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ കിട്ടുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ നമുക്ക് ലൈഫിൽ കിട്ടും എന്നുള്ളത്. ഉം. എനിക്ക് അങ്ങനെ ഒരാൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാ. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാൻ അവിടെ ഉണ്ടാവും. അതെ. അത് കള്ളത്തനമുള്ളതുകൊണ്ടല്ല. ഉം. കാരണം എന്റെ പ്രശ്നങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അറിഞ്ഞാ എന്ന് മതി. ചിന്തിക്കുന്നിടത്താണല്ലോ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാത്തത്. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലങ്ങ് ഒതുക്കുക ഒതുക്കാണ്. എന്നുള്ളതുണ്ട്. എന്നിട്ട് സ്കൂളുകൾ അങ്ങനെ 8ാം ക്ലാസ്സും കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണ് ഈ ഒരു ആ ഒരു സ്റ്റേജസ് പിന്നെ എങ്ങനെയായിരുന്നു? 8ാം ക്ലാസ് 10 വരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അത് അപ്പൊ ഓർക്കാൻ ക്ലാസ്സിൽ ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഇല്ല. ഉണ്ടായിരുന്നില്ലേ? ഞാൻ 10ല് ക്ലാസ്സിൽ പോയിട്ടല്ല എക്സാം എഴുതിയെന്നുള്ള വേറൊരു സത്യാവസ്ഥയുന്നുണ്ട്. അത് ഈ കാരണം ഒരു പ്രശ്നം പ്രശ്നം കാരണമാണോ? കാരണം ഞാൻ പുസ്തകം പഠിച്ചിട്ടാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കും നോട്ട്സൊക്കെ പഠിച്ചിട്ടാണ്. ഇപ്പം ക്ലാസ്സിൽ പോയാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് മാക്സിമം ക്ലാസ്സുകൾ ഒഴിവാക്കാറുണ്ട്. മിനിമം അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശ്രമിക്കുക. പലപ്പോഴും ക്ലാസ്സിൽ പോകാതിരിക്കുന്നത് ഈ പേടി ഉള്ളതുകൊണ്ടാണ്. കാരണം ആ സ്കൂളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ എനിക്കൊരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സാ ഈ സെയിം ഒരു സ്വഭാവമുള്ള മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഫൈൻ, ഞാൻ എനിക്കവിടെ പറയാനൊരാളായി. ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഇത് ആരോട് പറയുക? കാരണം ഞാൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ് നിസ്കരിക്കാനൊക്കെ. പള്ളിയിലും പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പള്ളിയിലും അതേ സെയിം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 8ൽ സ്കൂളിൽ പഠിക്കുമ്പം അതുപോലെ തന്നെ 8ൽ പള്ളിയിലും പഠിക്കുന്നുണ്ട്. പള്ളിയിൽ പോകുന്നതൊക്കെ ഭയങ്കര ആശ്വാസം കേട്ടോ. ഞാൻ ഖുറാനൊക്കെ ഓതുന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. സ്കൂളിൽ പോകുമ്പോഴാണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ ഇതൊക്കെ പറയാൻ പറ്റുന്ന ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിൽ അധികം പോകാറില്ല. കൂട്ടുകാരില്ലായിരുന്നു എന്നുള്ളത്. കൂട്ടുകാരില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറച്ചിലാണ് എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു 10ാം ക്ലാസ് വരെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അവരൊക്കെ ഭയങ്കര സുഹൃത്തുക്കളാട്ടോ. ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് എല്ലാം പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്കൂളിൽ പോവാതിരിക്കുമ്പോ വീട്ടിലിരിക്കുമ്പോ അമ്മ ചോദിക്കില്ലേ നീ എന്താ സ്കൂളിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറയും. അങ്ങനെ കണ്ടിന്യൂസ് ലീവ് എടുക്കാറില്ലല്ലോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് ലീവ് എടുത്ത് എടുക്കുക അമ്മേനെ എങ്ങനെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യിക്കും. അതങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അതെ. പക്ഷെ അന്ന് ആ നജീബ് എന്ന് പറഞ്ഞ പയ്യന്റെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നിരിക്കും? ഒന്നാമത്തെ കേസ്, പണമില്ലാത്തൊരു കുടുംബമാണ് നമ്മള്. അപ്പൊ ഓക്കെ. ഞാനേ ഉള്ളൂ അവർക്കൊരു തുണ. പഠിക്കണം. അടിസ്ഥാനമായിട്ട് ലൈഫിൽ എന്തെങ്കിലും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷൻ തന്നെയാണ്. എനിക്കറിയാം. സമൂഹത്തിൽ വില കിട്ടണമെങ്കിൽ, ഒരു കറങ്ങുന്ന കസേരയിൽ എസിയുടെ മൂട്ടിലിരുന്ന് ഒരു ജോലി ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പൊ എന്റെ മനസ്സിൽ സ്വപ്നം എന്നുള്ളത് ഭാവിയിൽ എപ്പോഴെങ്കിലും വിദേശത്ത് പോയി പണിയെടുക്കണം എന്നുള്ളതാണ്. കാരണം ദുബായ് ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ അന്നത്തെ സ്വപ്നം എന്നുള്ളത്. അപ്പൊ അവിടെ പോയി പണിയെടുക്കണമെങ്കിൽ മിനിമം ഒരു ഡിഗ്രി ഉണ്ടാവണം. അപ്പൊ ഡിഗ്രി വരെ എത്തുക, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും ഡിഗ്രി വരെ എത്തുക എന്നുള്ളതായിരുന്നു ലൈഫിൽ അന്നത്തെ ഒരു സ്വപ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരൊന്നും ഞാൻ എൻ്റെ വാപ്പ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ വാശി പിടിച്ചിട്ടില്ല. എനിക്ക് അത് വേണമെന്നോ ഇത് വേണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെയും സാമ്പത്തികമായിട്ട് ഞാൻ പ്രിവിലേജ്ഡ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് പൈസ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ കുറച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെ ഡിപ്പെൻഡ് ചെയ്യൂല ആൾക്കാര്. എനിക്കങ്ങനെ അതിനൊരു ഓപ്ഷൻ പോലും ഇല്ലാത്തതുകൊണ്ട് ഒന്നിനോടും വാശി പിടിക്കാത്തൊരു സാധാരണ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ സ്കൂളിലൊക്കെ എന്ത് പറയട്ടെ, ഓർക്കാൻ നല്ല ഓർമ്മകൾ വളരെ കുറവാ. പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു നജീബ്? പഠിക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാ. അപ്പൊ എക്സാം ഒക്കെ എക്സാമൊക്കെ എഴുതി നല്ല പ- മാർക്കോട് കൂടി പിന്നെ മ- പാസ്സായി. +2 കൊമേഴ്സ് ആയിരുന്നു. ഉം. നല്ല മാർക്കോട് കൂടി തന്നെ +2ലേക്ക് എത്തിയപ്പോൾ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങും കേട്ടോ. അത് എന്തോ എനിക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. കാരണം 10 വരെ നമ്മൾ കളിയാക്കൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. നീ എന്തിനാ ആണുങ്ങളെ പോലെ നടക്കാതിരിക്കുന്നത്? നീ എന്താ ആണുങ്ങളെ പോലെ സംസാരിക്കാത്തത്? നീ എന്താ പെണ്ണിനെ പ്രേമിക്കാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഞാൻ നല്ല കുട്ടിയാവും, അല്ലെങ്കിൽ ആൺകുട്ടിയാവും. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ആണാണെന്ന് കാണിക്കാൻ തുടങ്ങി. ആണുങ്ങളെ പോലെ സംസാരിക്കുക, അഭിനയിക്കും നമ്മൾ. പക്ഷെ ഓക്കെ. ഏതെങ്കിലും ഒരു പോയിന്റിലൊക്കെ അത് വീക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് +2 ഒക്കെ ആയപ്പോൾ കുറച്ചും കൂടി ചീത്തപ്പേരൊക്കെ മാറി കിട്ടി. ഡിഗ്രി ആയപ്പോൾ കുറച്ചും കൂടി ഒരു ലെവലിലേക്ക് എത്തി. ഞാൻ ഡിഗ്രി ജേർണലിസം ആയിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ജേർണലിസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കോളേജൊക്കെ ആകുമ്പോൾ കുറച്ച് ലിബറൽ ചിന്താഗതിയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. അവിടെ വലിയ കാരണം അവിടെ അവർ ഇപ്പോഴും ഷോക്കിംഗ് ആണ് അവർ. ഞാനിങ്ങനെ ആയോ എന്നൊക്കെ. കാരണം എന്താ, അവരുടെ മുന്നിൽ കാണുന്ന നജീബ് ഒരിക്കലും ഇങ്ങനെ ആകാത്ത ഒരാളെ ലെവലിലേക്ക് എത്തി. അതെ. പക്ഷെ അതിന് മുമ്പ് ഒരു നജീബ് ഉണ്ടായിരുന്നു എന്നും അത് എവിടെയൊക്കെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ മാത്രമാണ് അത് പുറത്ത് വരണേ എന്നുള്ളതൊക്കെ അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ എന്നെ അളിയാന്ന് വിളിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്കതിലൊന്നും ഒരു കുറ്റബോധവും ഇല്ല കേട്ടോ. കാരണം അവരെന്തുകൊണ്ട് വിളിക്കുന്നത്? കാരണം അവർക്കൊരിക്കലും ഇപ്പോഴും ഇതിനെ മാറ്റാൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അവര് അക്സെപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു അന്ന് കമ്മൗട്ട് നടത്തിയ സമയത്ത്.
ഉം. അപ്പൊ ഈ ഒരു ആൺകുട്ടികൾക്ക് ഒരു പ്രായത്തില് ശബ്ദം മാറുമല്ലോ. ഉം. ആ ഒരു ചേഞ്ചും അമ്മ ശ്രദ്ധിക്കായിക്കോട്ടെ, അതോ അത് നാച്ചുറലി സംഭവിച്ചിരുന്നോ? എന്റെ അടുത്ത് പണ്ട് ഉസ്താദ് ഖുർആൻ ഓതുന്ന സമയത്ത് പറയും, നജീബിന്റെ വോയിസ് ഭയങ്കര ഫെമിനിൻ പെണ്ണുങ്ങളുടെ പോലത്തെ വോയിസാ. പക്ഷെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഭയങ്കര രസാന്ന്. പക്ഷെ എന്തുകൊണ്ടോ അത് 18 അത് കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറി. ആൺകുട്ടികളെ പോലത്തെ വോയിസായി മാറി എന്നുള്ളതാ. ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്, പണ്ടത്തെ ആ പെൺകുട്ടികളെ പോലത്തെ ഭയങ്കര ഒരു ആ. താഴ്ന്ന ശബ്ദം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ബാസുള്ള വോയിസിലേക്ക് എത്തി. കാരണം ഈ മാറ്റങ്ങളൊക്കെ ഫിസിക്കലി സംഭവിക്കും കേട്ടോ. എനിക്ക് മീശയും താടി വരുന്ന ഒരു കാലഘട്ടമൊക്കെ തന്നെയാണ്. കാരണം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എനിക്കങ്ങനെ ഇൻബോൺ ആയിട്ട് ഒരു ട്രാൻസിന് അങ്ങനെ ഇൻബോൺ ആയിട്ട് ഭയങ്കര വ്യത്യാസം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി തന്നെയാണ്. പക്ഷെ എന്റെ ഒരു സ്വഭാവത്തിൽ സംസാരിക്കുമ്പോഴാണ് ആ ഒരു ഫെമിനിൻ മാറ്റം രീതി ഉണ്ടാകുക. മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് കംപ്ലീറ്റ് ചെയ്തോ? കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് കമൗട്ട് ചെയ്യുന്നത്. കമൗട്ട് എന്ന് പറയുമ്പോൾ തുറന്നു പറയുന്നത്. ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്. കാരണം അതിന് 2 വർഷം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ അത്യാവശ്യം ഇത് എന്താണെന്ന്